ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പോൾ റീസെൻ്റ്ലി റിലീസ്ഡ് ആയിട്ടുള്ള റിവെഞ്ച് ടു ലവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചൈനീസ് ബിയലാണ്. ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല, ബട്ട് ഒരു കാര്യം ഞാൻ എന്തായാലും ഉറപ്പ് പറയാം, ഇതുവരെ ഇറങ്ങിയ എല്ലാ എപ്പിസോഡ്സും നല്ല അടിപൊളിയായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇനി അങ്ങോട്ടുള്ള എപ്പിസോഡ്സും അടിപൊളിയായിട്ട് പോകുന്നതിനാണ് എൻ്റെ പ്രതീക്ഷ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. സോ നമുക്ക് നേരെ അങ്ങ് ഫസ്റ്റ് എപ്പിസോഡിലേക്ക് കിടക്കാം. എപ്പിസോഡ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ ഒരു ഹീറോ ആയിട്ടുള്ള ചെങ്ങിനെയാണ് കാണിക്കുന്നത്. ചെങ്ങിനെ പറ്റി പറയുവാണെങ്കിൽ ആൾ ഭയങ്കര റിച്ചാണ്. അതായത് അവൻ ബിസിനസ് മാനാണെന്ന് പറയാൻ പറ്റത്തില്ല, ബിസിനസ്സും കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്ന അച്ഛനാണ്. സോ അതുകൊണ്ട് തന്നെ അവനും റിച്ച് ആണെന്ന് പറയാം. പിന്നെ അവൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് പെറ്റായിട്ടുള്ളത് ഒരു പാമ്പാണ്. ചെങ്ങിന് ഇഷ്ടംപോലെ പാമ്പുകളുണ്ട്, എന്നാലും അവന് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കുഞ്ഞു പാമ്പുണ്ട്. അതിനെ അവൻ എപ്പോഴും ഇങ്ങനെ കയ്യിലിങ്ങനെ വെച്ചുകൊണ്ട് നടക്കും. ഇപ്പോൾ കാണിക്കുമ്പോൾ ചെങ്ങാണെങ്കിൽ അവൻ്റെ പാമ്പുകളൊക്കെ ഉള്ള ആ ഒരു റൂമിൽ അവൻ്റെ ഇഷ്ടപ്പെട്ട ഒരു പാമ്പിനെയും കയ്യിലെടുത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ ഒരു ടൈമിലാണ് അവൻ്റെ ഫ്രണ്ടിൻ്റെ പേര് ചെങ് യു എന്നാണ്. ചെങ്ങിനെയും ചെങ് യുവിനെയും പറയുമ്പോൾ നിങ്ങൾ മാറിപ്പോകാതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ചെങ് യു ആണെങ്കിൽ ഇപ്പോൾ ചെങ്ങിനെ കോൾ ചെയ്തിട്ട് എനിക്കൊരു പുതിയ പാമ്പിനെ കിട്ടിയിട്ടുണ്ട്, നീ വരുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം ചെങ്ങ് അതാ ഞാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകാൻ നിൽക്കുന്നുണ്ട്. ആ സമയം അവിടെ വേറൊരു വലിയൊരു പാമ്പിരിപ്പുണ്ടായിരുന്നു. ആ പാമ്പിനെ നോക്കിയിട്ട് ഇന്ന് ഞാൻ നിന്നെ പുറത്തേക്ക് ഇറക്കാൻ പോവാണെന്നും പറയുന്നുണ്ട്. അങ്ങനെ പറയാൻ കാരണം ചെങ്ങും ചെങ് യുവും രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സുമാണ്, നല്ല റിച്ചുമാണ്. രണ്ടുപേർക്കും ഈ പാമ്പുകളെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ചെങ് യു വിളിച്ചിരിക്കുന്നത് അവനൊരു പുതിയ പാമ്പിനെ കിട്ടിയിട്ടുണ്ട്. സോ അവൻ്റെ പാമ്പിനെയും ചെങ്ങിൻ്റെ ഏതെങ്കിലും പാമ്പിനെ വെച്ചിട്ട് ഒരു ഫൈറ്റ് നടത്തും. അപ്പോൾ ഏതെങ്കിലും ഒരു പാമ്പ് മറ്റേ പാമ്പിനെ കൊത്തിക്കൊല്ലും. സോ ഏത് പാമ്പാണോ അതിൽ ജയിക്കുന്നത് അതിൻ്റെ ഓണറായിട്ടുള്ള ഇവർ രണ്ടുപേരിൽ ഒരാൾ ജയിക്കും. ആ രീതിയിലാണ് ഇവർ തമ്മിൽ ഇങ്ങനെ ഒരു മത്സരം അതെപ്പോഴും നടക്കുന്നതാണ്. സോ അങ്ങനെ വീണ്ടും ഒരു മത്സരത്തിന് വേണ്ടിയിട്ടാണ് ചെങ്ങിനെ ഇപ്പോൾ വിളിച്ചേക്കുന്നത്. അതിനുശേഷം പിന്നീട് നമ്മൾ അടുത്ത് കാണിക്കുന്നത് നമ്മുടെ അടുത്ത ഹീറോ ആയിട്ടുള്ള ഷിയോങ്ങിനെയാണ്. അവനിപ്പോൾ അവൻ്റെ വീട്ടിൽ അവൻ്റെ അമ്മയുടെ കൂടെ ഫുഡൊക്കെ കുക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അവൻ്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള യൂയി അവനെ കാണാനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ അമ്മയ്ക്കും അവൻ്റെ ഗേൾ ഫ്രണ്ടിനെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവൾ വരുന്ന കാര്യം അറിയുമ്പോഴത്തേക്കും അവൾക്ക് വേണ്ടിയിട്ട് നല്ല ഫുഡൊക്കെ ഇങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയം അമ്മയാണെങ്കിൽ അവൾ വരാനുള്ള സമയമായില്ലേ എന്ന് പറയുമ്പോൾ ഷിയോങ് ആണെങ്കിൽ ഇപ്പോൾ വരുമായിരിക്കും, ഒരുപക്ഷെ അവൾക്ക് വഴിതെറ്റിപ്പോൾ കണിയാകുമ്പോൾ അവളെ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആ വീട്ടിന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഇതേ സമയം അവൻ്റെ ഗേൾ ഫ്രണ്ട് യൂയിനെ കാണിക്കുമ്പോൾ അവൾ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. എന്ന് അവളെപ്പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര മോഡേണായിട്ട് ഭയങ്കര റിച്ചായിട്ട് നടക്കുന്ന ഒരു പെങ്കൊച്ചാണ്. അതുകൊണ്ട് തന്നെ അവൾക്കാണെങ്കിൽ ഇവൻ്റെ ഈ ഒരു ഏരിയയിലോട്ട് വരുമ്പോഴത്തേക്കും തീരെ ഇഷ്ടപ്പെടുന്നില്ല. കാരണം കുറച്ച് പാവപ്പെട്ടവരുടെ ഏരിയ ആയിട്ട് തോന്നും. അതുകൊണ്ട് തന്നെ അവളാണെങ്കിൽ തിരിച്ചു പോകാനായിട്ട് തുടങ്ങുകയാണ്. ആ ടൈമിലാണ് കറക്റ്റ് ഷിയോ അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവളെ വിളിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. എന്നാൽ അവളാണെങ്കിൽ അവൻ്റെ കൈ വിട്ടിട്ട് ഞാൻ ഇപ്പം നിൻ്റെ അടുത്ത് ഇങ്ങോട്ടേക്ക് വന്നത് തന്നെ ബ്രേക്കപ്പിൻ്റെ കാര്യം പറയാനാണ്, എനിക്ക് നീയുമായിട്ട് ഈ റിലേഷനിൽ തുടരാൻ താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ഷിയോ അതെന്ത് പറ്റി, ഞാൻ എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ ഞാൻ നിന്നെ പ്രേമിക്കാൻ തന്നെ കാരണം നിന്നെ കാണാൻ കുറച്ച് ലുക്ക് ഉണ്ടായിരുന്നത് കൊണ്ടാണ്. പക്ഷേ നീ ഇപ്പോൾ ഇതെങ്ങനെ ഇരിക്കുന്നത്, എനിക്ക് ഒന്നാമത് ഈ സ്ഥലം ഇഷ്ടമല്ല, എന്ത് കഷ്ടമാണ് ഇത്, എന്ത് മോശ സ്ഥലമാണ്, ഭയങ്കര പാവപ്പെട്ടവരുടെ അവസ്ഥയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ ആ ടൈമിന് ഷിയോങ്ങാണെങ്കിൽ അയ്യോ അങ്ങനെയൊന്നും പറയില്ല, ഞാൻ വേണമെങ്കിൽ പഴയതുപോലെ അടിപൊളി ആയിക്കോളാം, ഞാൻ എൻ്റെ വണ്ണമൊക്കെ കുറച്ചോളാം, പ്ലീസ് എന്നെ വിട്ടിട്ട് പോവല്ലേ എന്ന് പറയുന്നുണ്ട്. എന്നാൽ യൂയി അതൊന്നും കേൾക്കുന്നില്ല. ആ സമയമാണ് വാങ്ങെന്ന് പറഞ്ഞിട്ട് അവളുടെ പുതിയ ബോയ് ഫ്രണ്ടാണെന്ന് തോന്നുന്നു ഒരുത്തനെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വന്നിട്ട് ഷിയോങ്ങിനെ അടിച്ചിടുന്നുണ്ട്. ആ ടൈമിന് ഷിയോങ്ങിൻ്റെ തല അവിടെ ഒരു ബോഡി ചെന്ന് ഇടിച്ചിട്ട് അവൻ്റെ ബോധം പോയി വീഴുന്നുണ്ട്. അതേ ടൈമിന് വാങ്ങാണെങ്കിൽ യൂയിയുടെ അടുത്ത് ഇവനെയൊക്കെ കളഞ്ഞിട്ട് നീ വാന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അതെല്ലാം തന്നെ ബോധം പോകുന്ന ടൈമിന് ചെറുതായിട്ട് ഷിയോ കേൾക്കുന്നുമുണ്ട്. പിന്നീട് കാണിക്കുന്നത് വീണ്ടും ചെങ്ങിനെയാണ്. ചെങ്ങും ചെങ്ങിയും ഇപ്പോൾ ആ ഒരു പാമ്പിനെ വെച്ചിട്ടുള്ള ഫൈറ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് വന്നേക്കാണ്. അപ്പോൾ എപ്പോഴും ഇവർ ഈ ഫൈറ്റ് കാണാനായിട്ട് കുറേ പേര് വന്ന് നിൽക്കാറുണ്ട്. അതായത് ഇവരെ ഫാൻസ് ആണെന്നോ സപ്പോർട്ട് ചെയ്യുന്നവരാണെന്നൊക്കെ പറയാം. കുറേ പയ്യന്മാരൊക്കെ വന്ന് നിന്നിട്ട് ആര് ജയിക്കും എന്നൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ചിയർ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. രണ്ട് പാമ്പുകളും തമ്മിൽ നല്ല മത്സരം നടക്കുന്നുണ്ട്. അവസാനം എപ്പോഴത്തെയും പോലെ തന്നെ അത് അവരെടുത്ത് പറയുന്നുണ്ട്, എപ്പോഴും ജയിക്കുന്നത് ചെങ്ങാണ്. അതേപോലെ തന്നെ ഇപ്പോഴും ചെങ്ങ് തന്നെ ജയിക്കുന്നുണ്ട്. എന്നാൽ ചെങ്ങിയുവിന് അതൊന്നും പ്രശ്നമില്ല. അവനാണെങ്കിൽ നമുക്ക് അടിച്ച് പൊളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ആ സമയം ചെങ്ങ് ഞാൻ ജയിച്ചില്ലേ, നീ എനിക്ക് എന്ത് തരുമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ചെങ്ങിയുവിൻ്റെ കയ്യിൽ പെട്ടെന്ന് കൊടുക്കാനായിട്ടൊന്നുമില്ല. എന്നാൽ ചെങ്ങിയുവിനും ചെങ്ങിനും പയ്യന്മാരെയാണ് ഇഷ്ടം. അത് അവർക്ക് രണ്ടുപേർക്കും നന്നായിട്ട് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ ചെങ്ങിയുവിൻ്റെ അടുത്ത് ഒരു പയ്യൻ നിൽപ്പുണ്ടായിരുന്നു. ആ പയ്യനെ വിളിച്ചിട്ട് ചെങ്ങിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് ഇന്നത്തെ ദിവസം നീ ഇവനെ എടുത്തോളാനായിട്ട് പറയുന്നുണ്ട്. മേ ബി വൺ നൈറ്റ് സ്റ്റാൻഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത്. ചെങ്ങാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്തിട്ട് ആ പയ്യനെ അവൻ്റെ അടുത്തേക്ക് വിളിച്ചിരുത്തുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ജിയാങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പയ്യനെയാണ്. ഈ പയ്യനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവൻ നമ്മുടെ ഷിയോങ്ങിൻ്റെ ഫ്രണ്ടുമാണ്. ഈ ഒരു സ്റ്റോറിയിൽ തന്നെ മറ്റൊരു ഹീറോയിനെയാണ്. ജിയാങ് ആണെങ്കിൽ ഒരു ഡോക്ടറാണ്. അവനാണെങ്കിൽ ഒരു ചെറിയ ക്ലിനിക്ക് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ പോലെ സ്വന്തമായിട്ട് നടത്തുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ പേഷ്യൻസായിട്ട് കുറേ ആൾക്കാരും വരുന്നുണ്ട്. സോ അവനിപ്പോൾ കാണിക്കുമ്പോൾ മോർണിംഗ് ആണ്, ഒരുപാട് പേഷ്യൻസ് വന്നിട്ടുണ്ട്. അവരെല്ലാവരും ഭയങ്കര സ്നേഹത്തോടെ തന്നെയാണ് അവൻ കെയർ ചെയ്യുന്നത്. അങ്ങനെ അവരുടെ ഓരോരുത്തരുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവൻ നേരെ ഷിയോങ്ങിൻ്റെ അടുത്തേക്ക് വന്നേക്കാണ്. ഷിയോങ്ങിനെ നേരത്തെ വാങ്ങ് വന്നിട്ട് തള്ളിയിടുകയും അവൻ്റെ തലയിടിച്ച് അവൻ്റെ ബോധം പോയിട്ടുണ്ടായിരുന്നല്ലോ. അവനിപ്പോൾ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കൊണ്ടുവന്ന് നമ്മുടെ ജിയാങ്ങിൻ്റെ അടുത്തേക്കാണ്. അങ്ങനെ ജിയാങ് വന്ന് ഷിയോങ്ങിനെ നോക്കുമ്പോൾ ഷിയോങ്ങിന് ബോധം വരുന്നുണ്ട്. അവൻ എന്നിട്ട് എന്താ പറ്റിയത്, ഞാൻ എന്താ ഇവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ജിയാങ് ആണെങ്കിൽ നിൻ്റെ
ബോധം പോയി ഒരു പെങ്കൊച്ചും ഒരു പയ്യനും കൂടെയാണ് നിന്നെ ഇങ്ങോട്ടേ കൊണ്ടുവന്നതെന്ന് പറയുന്നുണ്ട്. ഉദ്ദേശിക്കുന്നത് യുയിനെയും ആ ഒരു വാങ്ങിനെയുമാണ്. ജിയാങ് ആണെങ്കിൽ ഷീഷോങ്ങിൻ്റെ അടുത്ത് അവരാരാന്നും ചോദിക്കുന്നുണ്ട്. ആ സമയം ഷീഷോങ് അത് പിന്നെ അതെൻ്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് പറയുമ്പോഴത്തേക്കും ജിയാങ് ആണെങ്കിൽ നീ ആ പെണ്ണിനെ പ്രേമിക്കാൻ നിൽക്കണ്ട, കാരണം അവളുടെ കൂടെ വന്ന ഒരു പയ്യനുമായിട്ട് അവൾക്ക് എന്തോ ബന്ധമുണ്ടെന്ന് തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം ഷീഷോങ്ങിനാണെങ്കിൽ അത് ഓൾറെഡി മനസ്സിലായി. എന്നാലും അവൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് എനിക്കിപ്പോഴും ഗേൾ ഫ്രണ്ട് ഉണ്ട് എന്ന രീതിയിൽ പറഞ്ഞതായിരുന്നു. എന്നാൽ അവൻ്റെ ഫ്രണ്ട് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഷീഷോങ് പറയുന്നുണ്ട് ആ ശരിയാണ്, അവർ തമ്മിൽ റിലേഷനിലാണ്, അവളെ ഞാനുമായിട്ട് ബ്രേക്കപ്പ് പറഞ്ഞു, ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ്. ആ സമയം ജിയാങ്ങാണെങ്കിൽ നീ പേടിക്കണ്ട, നിനക്കിനി ചാൻസ് ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ഷീഷോങ് ഇല്ല നോക്കി ഞാനാണെങ്കിൽ ഒരുമാതിരിയായി, എൻ്റെ ലുക്കൊക്കെ പോയി, ഞാൻ വണ്ണം വെച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ജിയാങ് അതിനെന്താ, നിന്നെ കൊണ്ട് അടിപൊളിയാവാൻ പറ്റുമല്ലോ, അതിന് ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി, ഇനി കുറച്ച് ദിവസത്തേക്ക് നീ നല്ല ആക്റ്റീവായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്യണം, അതിന് പോയി ഫസ്റ്റ് നീ പോയി ഒന്ന് നന്നൊരു ഷേവൊക്കെ ചെയ്ത് മുടിയൊക്കെ ഒന്ന് വെട്ടി ഒന്ന് സ്റ്റൈലാവാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ജിയാങ് പറഞ്ഞു കൊടുത്ത അഡ്വൈസ് അനുസരിച്ച് ഇവൻ പോയിട്ട് മുടി വെട്ടുന്നുണ്ട്, ഷേവ് ചെയ്യുന്നുണ്ട്, പുതിയ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ അന്വേഷിച്ച് കടയിലൊക്കെ പോകുന്നുണ്ട്. എന്നാൽ വാങ്ങാനൊന്നും നിൽക്കുന്നില്ല, കാരണം ഡ്രസ്സിൻ്റെ റേറ്റ് കാണുമ്പോൾ തന്നെ ഇവൻ ഇറങ്ങി പോകുന്നുണ്ട്. പക്ഷേ അവനാണെങ്കിൽ ഡെയിലി എക്സസൈസ് വന്നിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒത്തിരി ദിവസം പോകുന്നുണ്ട്. അവൻ പഴയതുപോലെ തന്നെ ഭയങ്കര സുന്ദരനായിട്ട് ആവുന്നുണ്ട്. അവൻ്റെ ആ ഒരു മാറ്റം കാണുമ്പോൾ അവനും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അടുത്ത് വീണ്ടും കാണിക്കുന്നത് ചെങ്ങിനെയാണ്. ചെങ്ങിപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ട പോലെ തന്നെ അവൻ്റെ പാമ്പുകളൊക്കെ ഉള്ള ആ ഒരു റൂമിൽ ഇരിക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ അവൻ്റെ അമ്മ പെട്ടെന്ന് കോൾ ചെയ്തിട്ട് നിൻ്റെ അച്ഛന് വയ്യാതെ, അച്ഛൻ ഹോസ്പിറ്റലിലാണ്, നീ വേഗം വീട്ടിലോട്ട് വാ, ഞാനിപ്പോൾ വീട്ടിലുണ്ട്, ഞാൻ നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ അങ്ങോട്ടേക്ക് വിളിച്ച് വരുത്തുന്നുണ്ട്. അങ്ങനെ അവനാണെങ്കിൽ ആ വീട്ടിലുള്ള അവൻ്റെ അസിസ്റ്റൻ്റായിട്ടുള്ള ആൾക്കാരായിരിക്കും, അവരുടെ അടുത്ത് പാമ്പുകളെ നോക്കിക്കോളാൻ പറഞ്ഞിട്ട് അവൻ നേരെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവൻ്റെ അമ്മയാണെങ്കിൽ ആ നീ വന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോയാലോ, അച്ഛനെ കാണണ്ടേ എന്നിങ്ങനെ പറയുന്ന ടൈമിൽ അവൻ്റെ അമ്മ അല്ല അച്ഛൻ ഉറക്കമായിരിക്കും, നമുക്ക് നാളെ രാവിലെ പോവാം, നീ പോയി കിടന്ന് ഉറങ്ങാൻ പറയുന്നുണ്ട്. അവനങ്ങനെ ആ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുന്നുണ്ട്, അമ്മേൻ്റെ അടുത്ത് വേറൊന്നും സംസാരിക്കാൻ നിൽക്കാതെ. പിറ്റേന്ന് രാവിലെ ഒരു കോൾ വരുമ്പോഴാണ് ചെങ്ങ് എഴുന്നേൽക്കുന്നത്. കോള് വിളിച്ചത് മറ്റാരും ആയിരുന്നില്ല, അവൻ്റെ വീട്ടിൽ ആ ഒരു പാമ്പുകളെയൊക്കെ അവൻ നോക്കാൻ ഏൽപ്പിച്ച ആ ഒരു പയ്യനായിരുന്നു. ആ പയ്യൻ വിളിച്ചിട്ട് പറയുന്നുണ്ട് എന്താണ് സംഭവിച്ചതെന്നറിയത്തില്ല, ആരോ എനിക്ക് ഡ്രഗ്സ് ഒക്കെ തന്നു എന്ന് തോന്നുന്നു, കാരണം ഞാൻ രാത്രി മൊത്തം വല്ലാണ്ട് ഉറങ്ങിപ്പോയി, രാവിലെ എഴുന്നേറ്റപ്പോൾ നമ്മുടെ പാമ്പുകളെ ഒന്നും കാണാനില്ല എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേക്കും ചെങ്ങാണെങ്കിൽ ഷോക്കായിട്ട് ടെൻഷൻ ആവുന്നുണ്ട്. അവൻ പിന്നെ മറ്റൊന്നും നോക്കാൻ നിൽക്കുന്നില്ല, പെട്ടെന്ന് തന്നെ റെഡിയായി പോകാൻ നിൽക്കുമ്പോഴാണ് അവൻ്റെ അച്ഛനെ കാണുന്നത്. അമ്മയാണെങ്കിൽ അച്ഛൻ ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞിട്ടാണ് അവനെ വിളിച്ചു വരുത്തിയത്. അച്ഛനെ കാണുമ്പോൾ അച്ഛൻ ഓക്കെ ആണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അച്ഛനെ പോയതിന് എനിക്കെന്താ കുഴപ്പം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അച്ഛൻ ഹോസ്പിറ്റലിലാണെന്ന് അമ്മ പറഞ്ഞു എന്ന് ചെങ്ങ് പറയുന്നുണ്ട്. ആ സമയം അച്ഛൻ അത് നിന്നെ വീട്ടിൽ വരുത്തിക്കാനായിട്ട് അമ്മ പറഞ്ഞ അടവാണെന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം അവൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഒന്നും പറയാതെ അങ്ങ് പോകാനായി തുടങ്ങുന്നുണ്ട്. എന്നാൽ അവൻ്റെ അച്ഛനാണെങ്കിൽ ഇങ്ങനെ ചുമ്മാ തേരാപ്പാറ നടക്കാതെ നിനക്കാണെങ്കിൽ കമ്പനി വന്ന് ഒന്ന് ഏറ്റെടുത്തൂടെ, മര്യാദയ്ക്ക് എന്തെങ്കിലും വർക്ക് ചെയ്തൂടെ, നിൻ്റെ ഫ്രണ്ട് ചെങ്ങു അവനാണെങ്കിൽ കറങ്ങി അടക്കുമെങ്കിലും കമ്പനിയൊക്കെ നോക്കി നടത്തി നന്നായിട്ട് പോകുന്നൊരു പയ്യനാണ്, നിനക്ക് അവനെങ്കിലും ഒന്ന് കണ്ട് പഠിച്ചൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ചെങ്ങിനാണെങ്കിൽ ഇതൊന്നും കേൾക്കാൻ താല്പര്യമില്ല, അവനാണെങ്കിൽ വീണ്ടും പോകാനായി തുടങ്ങുന്നുണ്ട്. ആ സമയമാണ് ചെങ്ങിൻ്റെ അച്ഛൻ പറയുന്നത് നീ മര്യാദയ്ക്ക് കമ്പനി ഏറ്റെടുത്ത് കാര്യങ്ങളൊക്കെ നോക്കിക്കോ, ഇല്ലെങ്കിൽ നിൻ്റെ പാമ്പുകളെ ഒന്നും നിനക്ക് ജീവനോടെ തിരിച്ച് കിട്ടത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് ചെങ്ങിന് മനസ്സിലാവുന്നത് അവൻ്റെ പാമ്പുകളെല്ലാം എടുത്തേക്കുന്നത് അവൻ്റെ അച്ഛനാണെന്ന്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അച്ഛൻ്റെ മുന്നിൽ കീഴടങ്ങാതെ അവന് വേറെ വഴിയില്ല. അടുത്ത് പിന്നീട് കാണിക്കുന്നത് ഷീഷിയോ അങ്ങനെയാണ്. അവനിപ്പോൾ വീണ്ടും എന്തൊക്കെയോ പറഞ്ഞ് ശ്രമിച്ചിട്ട് യുയിനെ മീറ്റ് ചെയ്യാനായിട്ട് വിളിച്ച് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അവളെ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് വിളിച്ച് വരുത്തിയിരിക്കുന്നത്. അവനാണെങ്കിൽ യുയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അവൾ വരുന്നുണ്ട്. അവനാണെങ്കിൽ വാ നമുക്ക് ഈ ഫുഡ് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവളെയും കൊണ്ടുപോകാൻ നിൽക്കുന്നുണ്ട്. അവൾ ഫസ്റ്റ് സമ്മതിക്കുന്നില്ല, പിന്നീട് സമ്മതിക്കുന്നുണ്ട്. ഷീഷിയോങ് യുയിൻ്റെ അടുത്ത് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്ന ആ റെസ്റ്റോറൻറ്റ് അതെന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫുഡ് കിട്ടുന്നൊരു സ്ഥലമാണ്. അവൻ്റെ കയ്യിൽ അത്രയും പൈസ ഇല്ല, അതുകൊണ്ട് തന്നെ അവിടെ കൂപ്പൺ കൊടുത്തിട്ട് ഫുഡ് വാങ്ങാൻ പറ്റും. സോ ആ ഒരു കൂപ്പൺ എടുത്തിട്ട് ആ ഒരു ധൈര്യത്തിലായിരുന്നു അവളെയും കൊണ്ട് അവിടെ ഫുഡ് കഴിക്കാൻ കയറാമെന്ന് വിചാരിച്ചിരുന്നത്. എന്നാൽ കൂപ്പൺ കൊടുക്കുമ്പോൾ അവിടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ലേഡി പറയുന്നുണ്ട് വീക്കെൻഡിൽ മാത്രമേ ഈ ഒരു കൂപ്പൺ വർക്കാവത്തുള്ളൂ, അല്ലാത്ത ദിവസം നിങ്ങൾ തന്നെ പേ ചെയ്യണമെന്ന്. അവൻ്റെ കയ്യിലാണെങ്കിൽ പൈസയും ഇല്ല. ഇതും കൂടെ കേൾക്കുമ്പോഴത്തേക്കും യുയി ആണെങ്കിൽ തിരിച്ചു പോകാൻ തുടങ്ങുന്നുണ്ട്. എന്നാൽ അവനാണെങ്കിൽ പ്ലീസ് 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 നീ പോവല്ലേ, നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി ഫുഡ് കഴിക്കാമെന്ന് പറയുമ്പോൾ അവളാണെങ്കിൽ നീ എപ്പോഴും ഇങ്ങനെ, നിൻ്റെ കയ്യിൽ പൈസയും ഇല്ല, എന്നെ എപ്പോഴും വല്ല സാധാരണ ഫുഡും വാങ്ങിച്ചു തന്നിട്ട് എപ്പോഴും നീ അതാണ് ചെയ്യാറെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ പ്ലീസ് എൻ്റെ അടുത്ത് നിന്ന് ക്ഷമിക്ക്, നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഫുഡ് കഴിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. യുയി എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് വീണ്ടും വാങ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നേരത്തെ പോലെ തന്നെ ഷീഷിയോ അങ്ങനെ അവൻ താഴേക്ക് തള്ളിയിടുന്നുണ്ട്. ആ സമയം അന്ന് തലക്കിടി കിട്ടിയിട്ട് അവൻ ഹോസ്പിറ്റലിലായി. അതിൻ്റെ ആ ഒരു വേദന മാറിയിട്ടുണ്ടായിരുന്നില്ല. അവൻ്റെ തല അവന് വീണ്ടും ഇടിച്ചിട്ട് അവിടെ മുറിഞ്ഞ് ബ്ലഡൊക്കെ വരുന്നുണ്ട്. ആ സമയം വാങ്ങാണെങ്കിൽ യുവിനെ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഷീഷിയോ അങ്ങനെ അവരൊന്നും തടയാനും പറ്റുന്നില്ല. ആ സമയമാണ് ഷീഷിയോ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ അവൻ്റെ ബോസ് അവനെ കോൾ ചെയ്തിട്ട് വേഗം കമ്പനിയിലേക്ക് വരാൻ പറയുന്നത്. ചെല്ലുമ്പോഴത്തേക്കും അവിടെ വർക്കേഴ്സൊന്നും ഇല്ലായിരുന്നു. മേ ബി അത് ലീവ് ഹോളിഡേ ആയിട്ടുള്ള ദിവസമായിരിക്കും. എന്നാൽ അവൻ്റെ ബോസ് അവിടെ കുടിച്ചിട്ട് എന്തോ ഇരിക്കുവാണ്. അയാൾ വന്നിട്ട് ഈ സിസ്റ്റം ഒന്ന് നേരെയാക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ അവനാണെങ്കിൽ ചെക്ക് ചെയ്യുന്ന ടൈമിന് അതിലുള്ള എന്തോ ഒരു പാർട്ട് പൊട്ടിയിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ബോസിനെ അത് കാണിച്ചിട്ട് ബോസ് ഇത് മാറ്റണമെന്ന് പറയുമ്പോൾ ബോസ് കുടിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ
പൊട്ടിയിരിക്കുവാണെന്നോ, നീ എന്തൊക്കെയാണ് പറയുന്നത്, അത് നീ പൊട്ടിച്ചതല്ലേ, നീയല്ലേ ചെയ്ത് കൂട്ടിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ്റെ അടുത്ത് എന്തൊക്കെയോ പറയാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഒന്നാമത് യുയുടെ കാര്യം ഓർത്ത് ടെൻഷനായിട്ട് നിൽക്കുകയാണ്. അതേസമയം ഇയാളും കൂടെ ഓരോന്ന് പറയുമ്പോൾ ഇവന് ദേഷ്യം വന്നിട്ട് മനുഷ്യൻ്റെ സാലറി ഇതുവരെയായിട്ട് തന്നിട്ടില്ല, എന്നിട്ടാണ് കേട്ടോ താൻ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് വെച്ചിട്ട് അവൻ തിരിച്ച് പറയുന്നുണ്ട്. ആ സമയം അയാൾ നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ലെങ്കിൽ ജോലി രാജിവെച്ചിട്ട് പൊക്കോളാൻ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ അവനാണെങ്കിൽ ആ ശരി, ഞാൻ ഇനി തൊട്ട് ഈ കമ്പനിയിലേക്ക് വരത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൻ പോകുന്നുണ്ട്. അവിടെ നിന്ന് നൈറ്റ് ടൈം ആയിട്ടുണ്ടായിരുന്നു. അവൻ നേരെ നടന്നു പോകുന്നത് നമ്മുടെ ജിയാൻ്റെ ഹോസ്പിറ്റലിലേക്കാണ്. ജിയാൻ അതേ ടൈം ഹോസ്പിറ്റലൊക്കെ പൂട്ടിയിട്ട് പോകാനായി തുടങ്ങുമായിരുന്നു. എന്നാൽ ഷീഷോങ് വരുന്ന കാണുമ്പോൾ ജിയാങ്ങാണെങ്കിൽ എന്ത് പറ്റി, നീ ഓക്കെ ആണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഷീഷോങ് ഞാൻ എൻ്റെ പേര് മാറ്റിയെന്ന് പറയുന്നുണ്ട്. ജിയാങ് അപ്പോൾ എന്താണ് നിൻ്റെ പുതിയ പേരെന്ന് ചോദിക്കുമ്പോഴത്തേക്കും യു സു വെയ് എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ പേര് എനിക്ക് പ്രൊനൗൺസ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കാരണം അത് ഒരു ലോങ് പേരായിട്ടാണ് തോന്നുന്നത്. സോ ഞാൻ ഷീഷോങ് എന്ന് തന്നെ വിളിച്ചാൽ കണ്ടിന്യൂ ചെയ്യുകയാണില്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ അത് വേറെ എന്തെങ്കിലും ആയിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളാണെങ്കിൽ ആ ഒരു പേര് മാറ്റി എന്നുള്ള സംഭവം മൈൻഡിൽ നിന്ന് വിട്ട് കളയാതെ അതൊന്ന് എപ്പോഴും ഓർത്ത് വെച്ചേക്കണം. അപ്പോൾ എന്തായാലും ഷീഷോങ് ഈ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും ജിയാങ് എതിർക്കാനൊന്നും നിൽക്കുന്നില്ല. എന്നിട്ട് ഷീഷോങ്ങിൻ്റെ അടുത്ത് എന്താ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ അവൻ അത് പറയാൻ നിൽക്കുന്നില്ല, പകരം ഞാൻ എല്ലാം മാറ്റിമറിക്കും എന്നവൻ ഭയങ്കര ഉറച്ച തീരുമാനം എടുത്ത പോലെ തന്നെ പറയുന്നുണ്ട്. എന്നാൽ ജിയാങ്ങിന് ഇവനിതെന്താ ഉദ്ദേശിക്കുന്നത് എന്നൊരു രീതിയിൽ കാര്യം മനസ്സിലാവാതെ നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം തൊട്ട് ഷീഷോങ് ആണെങ്കിൽ അവൻ്റെ ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് ജിയാങ്ങിൻ്റെ കൂടെ താമസിക്കാനായിട്ട് വന്നേക്കുന്നതാണ്. കാരണം അവനാണെങ്കിൽ ആ ദേഷ്യത്തിൻ്റെ പുറത്ത് അവൻ്റെ ജോലി കളഞ്ഞ കാര്യം അവൻ്റെ അമ്മയുടെ അടുത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ല. പിന്നെ ഇവിടെ നിന്ന് ജിയാങ്ങിൻ്റെ ജോലി കണ്ടുപിടിക്കുമ്പോഴത്തേക്കാണ് ജിയാങ്ങിനോട് ആദ്യം തന്നെ താങ്ക്സ് പറയുന്നുണ്ട്. ജിയാങ് അപ്പോൾ നീ എന്ത് ജോലിയാണ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാനാണെങ്കിൽ ചെറിയ മുട്ടായിയൊക്കെ വിൽക്കുന്ന ഒരു കട ഇട്ടാലോ എന്ന് വിചാരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അന്ന് വൈകുന്നേരം തന്നെ മാർക്കറ്റ് ഏരിയയിൽ അവിടെ ഓൾറെഡി കുറേ കടകളുണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇവനും ഒരു ചെറിയ കടയിൽ പഞ്ചസാര മെൽറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണെന്ന് എനിക്കറിയത്തില്ല, അതുപോലെ തന്നെ ഒരു സാധനമാണ്, പല പല ഷേപ്പുകളിൽ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു മുട്ടായിയാണ്. അതവനിങ്ങനെ ഒരു സ്റ്റോൾ പോലെ ഇട്ടിട്ട് അവൻ വിൽക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. ആ സമയമാണ് അങ്ങോട്ടേക്ക് ചെങ്ങിൻ്റെ അസിസ്റ്റൻ്റായിട്ടുള്ള ഗ്യാങ്ങും വരുന്നത്. അവരെ കാണുന്നതും അവിടെ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ കടകളിട്ട ആൾക്കാരെല്ലാവരും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് തൊട്ടടുത്തിരുന്ന ഒരു കട നടത്തുന്ന ആളുടെ അടുത്ത് ഷീഷോങ് ചോദിക്കുന്നുണ്ട്, അല്ല ആൾക്കാരൊക്കെ എന്തിനാണ് ഇങ്ങനെ ഓടിപ്പോകുന്നതെന്ന്. ആ സമയം അയാൾ ചെങ്ങ് വരുന്നതും കാണിച്ചു കൊടുത്തിട്ട് പറയുന്നുണ്ട്, അത് പിന്നെ ഇത് ഇയാളുടെ സ്ഥലമാണ്. ഈ ചെറിയ കട നടത്തുന്നവരെല്ലാവരും തന്നെ ലൈസൻസ് ഇല്ലാതെയാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ചെങ്ങ് കണ്ടു കഴിഞ്ഞാൽ അവരെന്ന് എല്ലാവരെയും പൈസയെ വാങ്ങും, അവരെ വെറുതെ വിടത്തില്ല. അതുകൊണ്ടാണ് അവരൊക്കെ എസ്കേപ്പ് ആവുന്നതെന്ന് പറയുന്നുണ്ട്. ഷീഷോങ് അപ്പോൾ ആ ഒരാളെടുത്ത് അപ്പം നിങ്ങൾക്ക് പോകണ്ടേന്ന് ചോദിക്കുമ്പോൾ അയാളാണെങ്കിൽ ഞാനിവിടെ പെർമനൻ്റ് ആയിട്ടിരിക്കുന്ന ആളല്ല, ഞാൻ ഓരോ ദിവസം ഓരോ സ്ഥലത്താണ്, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. പിന്നെ അതേ ആ ഫ്രൂട്ട്സ് കട ഇട്ടേക്കുന്ന ആ ഒരു പയ്യനെ കണ്ടോ, അവനാണെങ്കിൽ നമ്മളെല്ലാവരെയും പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. കാരണം ആ ഒരു കടയിലെ ആൾക്കും ലൈസൻസ് ഒന്നുമില്ല. എന്നാൽ അയാൾ അടിക്കാനായിട്ട് ചെങ്ങിൻ്റെ ആൾക്കാർ ആരെങ്കിലും വന്നാൽ തിരിച്ചടിക്കാനുള്ള ബലമൊക്കെ അവനുണ്ടെന്നുള്ള ആ ഒരു ധൈര്യത്തിലാണ് ഇപ്പോൾ ഇവൻ്റെ അടുത്ത് സംസാരിക്കുന്ന ഇയാൾ പോലും ഇവിടെ മര്യാദയ്ക്ക് നിൽക്കുന്നത്. പക്ഷേ അയാൾ പറഞ്ഞ ശരിയായിരുന്നു. കാരണം ചെങ്ങിൻ്റെ ഒരാൾ ആ ഒരു ഫ്രൂട്ട്സ് കട നടത്തുന്ന പയ്യനെ കാണുന്നതും അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഈ കടയും കൊണ്ട് ഇവിടെ നിന്ന് പോകണമെന്ന് പറയുന്നുണ്ട്. എന്നാൽ അവൻ ഇല്ലെന്ന് പറയുന്നതും അവിടെ ഒരു ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. എന്നാൽ ഉടനെ തന്നെ ആ ഒരു പയ്യൻ അവരടിച്ചിടുന്നുണ്ട്. എന്നാൽ ചെങ്ങാണെങ്കിൽ ആ പയ്യനെ തിരിച്ചടിച്ചിടുന്നുണ്ട്. അത് കാണുമ്പോഴത്തേക്കും ആ ഒരു പയ്യൻ ഉണ്ടല്ലോ എന്നൊരു ധൈര്യത്തിൽ ഷീഷോങ്ങിനോട് സംസാരിച്ച് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്ന അയാളുടെ ആ ഒരു കുഞ്ഞു സ്റ്റോളും കൊണ്ട് എസ്കേപ്പ് ആവാണ്. ഷീഷോങ് നോക്കുമ്പോൾ അയാൾ അവിടെ നിന്ന് പോവുകയും ചെയ്തു. ഇവനാണെങ്കിൽ എസ്കേപ്പ് ആവാൻ നേരമില്ല, കാരണം ചെങ്ങ് ഇവനെ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് ഇവനാണെങ്കിൽ പതുക്കെ തിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. എന്നാൽ ചെങ്ങ് വന്നിട്ട് താൻ ആരാന്ന രീതിയിൽ ചോദിച്ചിട്ട് ഇവൻ്റെ അടുത്ത് ഇങ്ങോട്ടേക്ക് തിരിച്ച് തിരിയാൻ പറയുന്നുണ്ട്, കാരണം ഇവൻ്റെ മുഖം കാണാനായിട്ട്. ആ ടൈമിന് പെട്ടെന്ന് അവൻ്റെ കടയിരുന്ന മുട്ടായെല്ലാം എടുത്ത് അവനാണെങ്കിൽ ചെങ്ങിൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവിടെ നിന്ന് ഓടി എസ്കേപ്പ് ആവുന്നുണ്ട്. ഇതേ ടൈമിന് തന്നെ അവിടെ ഉള്ളൊരു ചെറിയൊരു കടയുടെ ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു. അതിൻ്റെ റൂഫ് ടോപ്പിലായിട്ട് നമ്മുടെ ചെങ്ങിയുവിൻ്റെ ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചെങ്ങിൻ്റെ മുഖത്ത് ഇതിൽ മുട്ടായി ഇറങ്ങിയിട്ട് ഇവൻ ഓടുന്നത് ചെങ്ങു കാണുന്നുണ്ട്. സോ ചെങ്ങിന് പകരം ഷീഷോങ്ങിനെ പിടിക്കാനായിട്ട് അവൻ്റെ പുറകെ പോകുന്നത് ചെങ്ങുവാണ്. ഇതേസമയം ഷീഷോങ് ആണെങ്കിൽ ഓടി വന്ന് നമ്മുടെ ജിയാങ്ങിൻ്റെ ഹോസ്പിറ്റലിലേക്കാണ് കയറുന്നത്. ഓടി വന്നിട്ട് അവൻ ജിയാങ്ങിൻ്റെ അടുത്ത്, ജിയാങ് നീ എന്നെ ഹെൽപ്പ് ചെയ്യണം, ആരെങ്കിലും വന്ന് ഞാൻ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്ന് പറയണമെന്ന് പറയുന്നുണ്ട്. ജിയാങ്ങിന് ഇപ്പോൾ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് എന്നെ വേഗം അകത്ത് കയറി ഒളിക്കാൻ പറഞ്ഞിട്ട് സൗണ്ടൊന്നും ഉണ്ടാക്കരുതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവനാണെങ്കിൽ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അതേ ടൈമിന് തന്നെ അവനെ ഫോളോ ചെയ്തിട്ട് ചെങ്ങു ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെങ്ങുവിനെ കാണുന്നതും ജിയാങ് തനിക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുകയാണ്. അതേ ടൈമിന് ചെങ്ങു ആണെങ്കിൽ ഷീഷോങ്ങിനെ അന്വേഷിച്ചാണ് വന്നതെങ്കിലും നമ്മുടെ ജിയാങ്ങിനെ കാണുമ്പോഴത്തേക്കും ചെങ്ങുവിന് ഒരു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് തന്നെ അടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഒരു ഡോക്ടറിനെ കാണാനായിട്ട് വന്നതാണെന്ന് പറയുന്നുണ്ട്. ആ സമയം നമ്മുടെ ജിയാങ് ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ശരി എന്നാൽ വന്നിരിക്കുക, എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ചെങ്ങു അപ്പോൾ എനിക്ക് എന്താണ് കുഴപ്പമെന്ന് നീ ഒന്ന് ഗസ് ചെയ്ത് നോക്കാനായിട്ട് പറയുന്നുണ്ട്. ആ
ആദ്യമായിട്ടായിരിക്കും ഡോക്ടറിനെ കാണാൻ വരുന്ന ഒരാൾ അയാൾക്ക് എന്താണ് അസുഖമെന്ന് ഗസ് ചെയ്യാനായിട്ട് ഡോക്ടറിനോട് പറയുന്നത്. എന്തായാലും ഇത് കേൾക്കുമ്പോഴത്തേക്കും ജിയാങ്ങാണെങ്കിൽ നിനക്ക് പ്രഗ്നൻസി വല്ലതും ആണോ എങ്കിൽ പിന്നെ തൊട്ടപ്പുറത്തായിട്ട് ഒരു 30 മീറ്റർ പോകുമ്പോഴത്തേക്കും അതിന് പറ്റിയ ഹോസ്പിറ്റലുണ്ട്, അങ്ങോട്ടേക്ക് പോകാൻ പറയുന്നുണ്ട്. പക്ഷേ ഇതിലൊന്നും നമ്മുടെ ചെങ്ങു അങ്ങോട്ട് അനങ്ങുന്നില്ല. ചെങ്ങു അടുത്ത് പറയുന്നുണ്ട് നിന്നെ കാണാൻ ഭയങ്കര ഭംഗിയാണെന്ന്. ആ സമയം ജിയാങ്ങാണെങ്കിൽ കാഴ്ചയ്ക്കാണോ പ്രശ്നം എങ്കിൽ പിന്നെ വല്ല കണ്ണാശുപത്രിയിലും പോയി കാണിക്കാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ചെങ്ങു ആണെങ്കിൽ സത്യം പറയാം നിനക്കും എന്നെപ്പോലെ പയ്യന്മാരെയല്ലേ ഇഷ്ടം എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ജിയാങ്ങാണെങ്കിൽ വട്ടാണല്ലേ, അതിന് പറ്റിയ ഹോസ്പിറ്റലിൽ പോകുന്നതായിരിക്കും നല്ലതെന്നും പറയുന്നുണ്ട്. അതേ ടൈമിന് ചെങ്ങുവാണെങ്കിൽ ജിയാങ് ഇട്ടുന്ന ഐഡൻറ്റിറ്റി കാർഡ് ചെക്ക് ചെയ്തിട്ട് അവൻ്റെ പേര് എന്താണെന്ന് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ജിയാങ്ങിൻ്റെ അടുത്ത് ഞാൻ നിന്നെ മറക്കില്ല, എപ്പോഴും ഓർത്ത് വെച്ചേക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ചെങ്ങി പോയി കഴിയുന്നതും ഉടനെ തന്നെ നമ്മുടെ ഷീഷിയോങ് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് ജിയാങ്ങിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല, നാളെ മുതൽ വേറെ വല്ല ജോലിയും കണ്ടുപിടിക്കണമെന്ന്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ തന്നെ നമ്മൾ ജിയാങ്ങിനെ കാണാൻ ഭയങ്കര ലുക്കുള്ളതുകൊണ്ട് തന്നെ അവൻ്റെ ഹോസ്പിറ്റലിൽ വരുന്നു എന്നും പറഞ്ഞിട്ട് കുറേ പെൺപിള്ളേർ അവനെ കാണാനൊക്കെ വരാറുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം ഇപ്പം അവനെ കാണാനായിട്ട് ഒരു പെൺകുട്ടി വന്നിരിക്കുകയാണ്. അവൾ വന്നോടനെ തന്നെ അല്ല ഡോക്ടറെ, നിങ്ങൾ ഇത്രയും സുന്ദരനായിട്ട് പോലും നിങ്ങൾ നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിൻ്റെ കൂടെ നിൽക്കുന്നതെന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം അവനാണെങ്കിൽ എനിക്ക് പക്ഷേ കുറേ ബോയ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ അവൾക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്, അതായത് അവന് ആൺകുട്ടികളെ ഇഷ്ടമെന്ന്. ഉടനെ തന്നെ അവൾ സോറി എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോവുകയാണ്. ഇതേ സമയം ഷീഷിയോങ് റെഡിയായിട്ട് പുറത്തേക്ക് പോകാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ ടൈമിന് നമ്മുടെ ജിയാങ് ഇങ്ങനെ ആ ഒരു പെൺകുട്ടിയുടെ അടുത്ത് പറയുന്ന കാര്യം നമ്മുടെ ഷീഷിയോങ്ങും കേട്ടിട്ടുണ്ടായിരുന്നു. ഇവർ ഫ്രണ്ട്സ് ആണെങ്കിലും ജിയാങ്ങിന് പയ്യന്മാരാണ് ഇഷ്ടം എന്നൊരു കാര്യം ഷീഷിയോങ്ങിന് അറിയത്തില്ലായിരുന്നു. ഇപ്പോൾ അത് കേട്ടിട്ട് ഷീഷിയോങ് ഷോക്കായി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഷീഷിയോങ്ങിൻ്റെ മുഖം കാണുമ്പോഴത്തേക്കും ജിയാങ് അടുത്ത് പോയിട്ട് എന്തൊരു നിനക്ക് പേടിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഇവന് ചെറിയ പേടിയുണ്ട്, കാരണം ഇവനെങ്ങാനും ജിയാങ് പ്രേമിച്ചു കളയോ അങ്ങനെ ആയിരിക്കണം. എന്തായാലും ജിയാങ്ങിനത് മനസ്സിലാവുന്നുണ്ട്. അവനായിട്ട് കുറച്ച് കളിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഷീഷിയോങ് എനിക്കെന്ത് പേടി, ഒന്നുമില്ല, ഞാനാണെങ്കിൽ വല്ല ജോലിയെല്ലാം കിട്ടുമെന്നൊക്കെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് അങ്ങ് പോകുന്നുണ്ട്. അടുത്ത് കാണിക്കുന്ന ചെങ്ങിനെയാണ്. ചെങ്ങിപ്പോൾ അവൻ്റെ ഏതോ ഒരു ഫ്രണ്ടുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട് നീ ഈ ഒരു റീയൂണിയനും എന്തുകൊണ്ട് വന്നില്ല, നീയും ചെങ്ങുവും പിന്നെ വാങ്ങും ഒക്കെ നല്ല ഫ്രണ്ട്സ് ആയിരുന്നില്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം പെട്ടെന്ന് ആ ഒരു പയ്യനെ അവൻ പറയുന്നത് മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിക്കാതെ ഞാൻ ബിസി ആയിരുന്നു, എനിക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവൻ കോള് കട്ട് ചെയ്യാണ്. അതേ ടൈമിലാണ് നമ്മുടെ ഷീഷിയോങ്ങിനെ കാണിക്കുന്നത്. ഇവനിപ്പോൾ പുതിയൊരു പരിപാടിയും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. യൂട്യൂബ് ചാനലൊക്കെ ആണെന്ന് തോന്നുന്നു. എന്തായാലും യൂട്യൂബിൽ ലൈവ് പൊക്കോണ്ട് എന്നിട്ട് ഗൈസ് നമ്മുടെ അടുത്ത ആളെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് നേരെ നമ്മുടെ ഷെങ്ങിൻ്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. പതുക്കെ ഷെങ്ങിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അവൻ്റെ കുറുക്കിലും തട്ടുന്നുണ്ട്. ആ ടൈം കൊണ്ട് നമ്മുടെ ഷെങ്ങിൻ്റെ ഫോൺ എടുക്കുന്നുണ്ട്. എന്നാൽ ഷെങ്ങിനത് മനസ്സിലായിട്ട് അപ്പം തന്നെ ഇവനെ പിടിച്ചു വയ്ക്കുന്നുണ്ട്. ടെൻഷനായിട്ട് ഷീഷിയോങ് പറയുന്നുണ്ട് ഞാൻ യൂട്യൂബിൽ ലൈവ് പൊക്കോണ്ടിരുന്നതാ, ഞാൻ ഒരു വീഡിയോ ചെയ്തതാ, സത്യമായിട്ട് ഞാൻ കള്ളനല്ല, ഇതാ നിങ്ങളുടെ ഫോണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം തന്നെ തിരിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാലും ചെങ്ങാണെങ്കിൽ ഷീഷിയോങ്ങിൻ്റെ പിടി വിടുന്നില്ല. അങ്ങനെ ഷീഷിയോങ് ആ ഒരു ലൈവൊക്കെ കാണിച്ചു കൊടുത്തിട്ട് കണ്ടില്ലേ സത്യമായിട്ട് ഞാൻ ലൈവ് പൊക്കോണ്ടിരുന്നതെന്ന് പറയുന്നുണ്ട്. അതേ ടൈമിന് ഷെങ്ങാണെങ്കിൽ ഷീഷിയോങ്ങിൻ്റെ ഫോൺ വാങ്ങിച്ചിട്ട് ഇറങ്ങി കളയട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് കളയാൻ പോകുന്നവരെ ചെല്ലുന്നുണ്ട്. എന്നാൽ ഷീഷിയോങ് അയ്യോ അത് കളയല്ലേ പ്ലീസ് 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 എന്ന് പറഞ്ഞിട്ട് കുറേ കിടന്ന് പറയുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് അവൻ്റെ ഫോൺ തിരിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ പേരെത്താന്ന് വയ്ക്കുമ്പോൾ നമ്മുടെ ഷീഷിയോങ് അവൻ്റെ പേരിപ്പോൾ യൂസു വേ എന്ന് പറഞ്ഞ് മാറ്റിയിട്ടുള്ളതുകൊണ്ട് തന്നെ തൻ്റെ പേര് അതാണെന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവനിപ്പോൾ പേര് മാറ്റിയപ്പോഴത്തേക്കും കുറച്ച് യുണീക്കായിട്ടുള്ള പേരാണ് ഇട്ടേക്കുന്നതെന്ന് തോന്നുന്നു. കാരണം ആ ഒരു പേര് കേൾക്കുമ്പോഴത്തേക്കും വിശ്വസിക്കുന്നില്ല അത് അവൻ്റെ പേരാണെന്ന്. അതുകൊണ്ട് തന്നെ അവൻ എൻ്റെ ID എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ എല്ലായിടത്തും പേര് മാറ്റിയതുകൊണ്ട് തന്നെ ആ ഒരു പേര് ID-യിൽ ഇങ്ങനെ കിടക്കുന്നതാണെന്നതും ചെങ്ങ് ഓക്കെ എന്നുള്ള രീതിയിൽ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും അവനാണെങ്കിൽ ഷീഷിയോങ്ങിനെ വിടുന്നില്ല. ഷീഷിയോങ്ങിനെ പിടിച്ചു വെച്ചിട്ട് കഴിഞ്ഞ ദിവസം എന്തിനാണ് എൻ്റെ മുഖത്ത് നീ ഒരു മുട്ടായൊക്കെ വലിച്ചെറിഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഷീഷിയോങ്ങിന് അത് ഇവനായിരുന്നല്ലേ എന്നൊരു ഓർമ്മ വരുന്നത്. അങ്ങനെ ഷീഷിയോങ് അതെന്നെ ക്ഷമിക്കണം, അത് പിന്നെ ഞാനാണെങ്കിൽ നിൻ്റെ മുഖത്ത് എറിയാനല്ല ശ്രമിച്ചത്, ആക്ച്വലി ഞാൻ കുറച്ച് ദൂരേക്ക് മാറി എറിയാനാണ് ശ്രമിച്ചത്, ഐ എം സോറി എന്ന് പറയുന്നുണ്ട്. ആ സമയം ഷെങ്ങാണെങ്കിൽ നമ്മുടെ ഷീഷിയോങ്ങിൻ്റെ പോക്കറ്റിൽ അവൻ ആ ഒരു ലൈവ് പോകുമ്പോഴത്തേക്കും അത് റെക്കോർഡ് ചെയ്യാൻ കണക്കിന് ഒരു ക്യാമറ വാങ്ങിച്ച് അവൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഷെങ്ങ് എടുക്കുവാണ്. എടുത്തിട്ട് നീ തന്നെ തീരുമാനിക്കുക, ഒന്നിൽ നീ ആണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിച്ച് കൂട്ടണം, അതല്ലെങ്കിൽ ഈ ഒരു സാധനമേ കളയൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് നല്ല വിലയുള്ളൊരു ക്യാമറ ആയതുകൊണ്ട് തന്നെ അയ്യോ അത് കളയല്ലേ, ഞാൻ നിൻ്റെ അടി വാങ്ങിച്ചോളാന്ന് നമ്മുടെ ഷീഷിയോങ് പറയുന്നുണ്ട്. എന്നാൽ ഷെങ്ങാണെങ്കിൽ ഇല്ല ഇത് ഞാൻ കളയും എന്നുള്ള രീതിയിൽ അതും കൊണ്ടങ്ങ് പോകുന്നുണ്ട്. ഷീഷിയോങ് ആണെങ്കിൽ പുറകെ പോകുന്നുണ്ട്, അത് ഭയങ്കര വിലയുള്ള സംഭവമാണെന്നൊക്കെ പറഞ്ഞിട്ട്. അടുത്ത് ഷെങ്ങിനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ പബ്ബിലോ എന്താണ് വന്നിരിക്കുന്നത്. അവനാണെങ്കിൽ അവിടെ വരുമ്പോഴത്തേക്കും ഓൾറെഡി അവന് ബോഡി ഗാർഡ്സൊക്കെ ഒരു പയ്യനെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പയ്യനാണ് ചെങ്ങിൻ്റെ അച്ഛനെ പാമ്പുകളെല്ലാം കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുക എന്തോ ചെയ്തത്. അപ്പോൾ ഈ ഒരു പയ്യനാണെങ്കിൽ അങ്ങനെ ഒരു പരിപാടി കാണിച്ചിട്ട് എസ്കേപ്പ് ആയതായിരുന്നു. എന്നാൽ അവനിപ്പോൾ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പയ്യനാണെങ്കിൽ ചെങ്ങിനെ കാണുമ്പോൾ കാല് പിടിച്ച് പറയുന്നുണ്ട് എന്നോട് ക്ഷമിക്കണം, അതുപോലെ നിങ്ങളുടെ അച്ഛൻ നേരിട്ട് വന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി, പേടിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ നമ്മുടെ ചെങ്ങിൻ്റെ ബോഡി ഗാർഡ്സ് പറയുന്നുണ്ട് അല്ല അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്ന ടൈമിൽ ചെങ്ങാണെങ്കിൽ ആ ഒരു പയ്യനെ വെറുതെ വിടാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ അവൻ്റെ ബോഡി
ബോഡി ഗാർഡ്സിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഇവൻ ഇഷ്ടമാണെന്ന് ചോദിക്കുമ്പോൾ അതേന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ചെങ്ങ് അപ്പോൾ എങ്കിൽ പിന്നെ നിങ്ങൾ ഇവനെ വെച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ അങ്ങ് എൻജോയ് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ചെങ്ങ് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ആ ബോഡി ഗാർഡ്സ് അവനെ വെച്ചിട്ട് എന്തൊക്കെയോ ചെയ്യാനായിട്ട് ഒരുങ്ങുന്നുണ്ട്. എന്താണെന്നൊന്നും അറിയത്തില്ല. എന്തായാലും ചെങ്ങാണെങ്കിൽ നേരെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ടൈമിനാണ് യൂയും അവളുടെ ബോയ് ഫ്രണ്ടായിട്ടുള്ള വാങ്ങും അവിടെ നിന്നിരുന്നത്. അവരാണെങ്കിൽ അവരെ കാറും കൊണ്ട് പോയ ടൈമിന് അതിന് നേർക്കായിട്ടായിരുന്നു നമ്മുടെ ഷെങ്ങിൻ്റെ കാറ് കിടന്നത്. അവർക്കാണെങ്കിൽ പോകാനും പറ്റാത്തതുകൊണ്ട് അവരിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ ഷെങ്ങിൻ്റെ കാറിലേക്ക് വാങ്ങ് ചവിട്ടിട്ട് ഇത് ആരുടെ കാറാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ആ സമയമാണ് ഷെങ് അങ്ങോട്ടേക്ക് വന്നതും. ഇത് കാണുമ്പോഴത്തേക്കും ഷെങ്ങിന് ദേഷ്യം വരുന്നുണ്ട്. എന്നാൽ ഒന്നും പറയാൻ നിൽക്കുന്നില്ല. കാറിൽ കയറിയിട്ട് അങ്ങ് പോകുന്നുണ്ട്. എന്നാൽ യൂയി ആണെങ്കിൽ ഇവൻ്റെ ഈ ലുക്ക് കണ്ടിട്ട് സ്വന്തം ബോയ് ഫ്രണ്ടിനെ പോലും നോക്കാതെ നേരെ ചെങ്ങിനായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ പിന്നീട് യൂയിയും വാങ്ങും കൂടെ ആയിട്ട് കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിലായാലും യൂയിയുടെ മനസ്സിൽ ചെങ്ങിൻ്റെ മുഖം തന്നെയാണ്. കാണുമ്പോഴേ അവൾക്ക് മനസ്സിലാവുന്നുണ്ട് അവൻ റിച്ചാണ്, അവനങ്ങ് വളച്ചാലോ എന്നാണ് അവളുടെ ചിന്ത. ഇതേ ടൈമിന് അതൊന്നും മനസ്സിലാവാതെ അവളുടെ ബോയ് ഫ്രണ്ടാണെങ്കിൽ അവളുടെ കാലിലൊക്കെ തൊടാൻ പോകുന്നുണ്ട്. എന്നാൽ അവളാണെങ്കിൽ മര്യാദയ്ക്ക് ഇരിക്കാനായിട്ട് പറയാണ്. ആ സമയമാണ് പെട്ടെന്ന് ഇവർക്ക് നേർക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് മറ്റൊരു കാറ് വരുന്നത്. ആ ഒരു കാറിൻ്റെ ഹെഡ്ലൈറ്റ് ഓൺ ആയിരുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇവർക്ക് അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. പക്ഷെ പിന്നീട് നോക്കുന്ന ടൈം കൊണ്ട് ഇവർക്കാണെങ്കിൽ വണ്ടി അങ്ങോട്ട് വളയ്ക്കാനും പറ്റിയില്ല. അങ്ങനെ അവരുടെ വണ്ടി ആക്സിഡൻ്റ് ആവുന്നുണ്ട്. വാങ്ങിൻ്റെ കാര്യം എന്തായെന്നറിയത്തില്ല. പക്ഷേ യൂയിക്ക് ബോധം ഉണ്ടായിരുന്നു. ആ ഒരു വണ്ടിയിൽ ഇടിച്ചത് നമ്മുടെ ചെങ്ങ് തന്നെയായിരുന്നു. കാരണം ചെങ്ങിൻ്റെ കാറിൽ വാങ്ങിട്ട് ചവിട്ടുന്നതൊക്കെ നമ്മുടെ ചെങ്ങ് നേരത്തെ കണ്ടതാണ്. അതിൻ്റെ ദേഷ്യം തീർത്തായിരിക്കാം. എന്തായാലും ചെങ്ങ് എന്നിട്ട് യൂയി ഇരിക്കുന്ന ആ ഒരു ഡോർ ഓപ്പൺ ആക്കി കൊടുക്കുന്നുണ്ട്. അവളുടെ ബോധം പോകാത്തതുകൊണ്ട് തന്നെ അവളാണെങ്കിൽ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുമുണ്ട്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം ചെങ്ങാണെങ്കിൽ അവൻ്റെ പാരൻസിനോട് ഇന്ന് സംസാരിക്കുന്നതാണ്. അവൻ്റെ പാരൻസ് ഇപ്പോൾ വിളിച്ചു ചേർത്തിയിട്ട് അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിനക്ക് ഒരു വർഷം ഞാൻ സമയം തരാം, അതിനുള്ളിൽ നീ ഒരു ഗേൾ ഫ്രണ്ടിനെ വല്ലതും കണ്ടുപിടിച്ചിട്ട് കമ്പനി കാര്യങ്ങളൊക്കെ നോക്കിയില്ലെങ്കിൽ നിനക്ക് കല്യാണം കഴിക്കാനായിട്ട് ഞാൻ തന്നെ ഒരു പെൺകുട്ടീനെ കണ്ടുപിടിച്ച് തരുമെന്ന് പറയുന്നുണ്ട്. അതേ ടൈമിൽ ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ ചെങ്ങിൻ്റെ കയ്യിൽ അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാമ്പിരിപ്പുണ്ടായിരുന്നു. ആ പാമ്പിനെ കളിപ്പിച്ചുകൊണ്ട് അവൻ തിരിച്ച് മറുപടി പറയുന്നുണ്ട്, അച്ഛൻ തന്നെ വേണമെങ്കിൽ എനിക്കൊരു ഗേൾ ഫ്രണ്ടിനെ കണ്ടുപിടിച്ച് തന്നു, പക്ഷേ അവൾക്ക് പാമ്പിനെയൊന്നും പേടിയുണ്ടാവാതിരുന്നാൽ മതി എന്ന് പറയാണ്. ആ സമയം അവൻ്റെ അച്ഛനാണെങ്കിൽ ഇനി ആ സാധനത്തിനെയൊക്കെ ഒന്നെടുത്ത് വലിച്ച് കളയാവെന്ന് പറയുമ്പോഴത്തേക്കും അവൻ്റെ അമ്മയാണെങ്കിൽ അവൻ്റെ ഒരു ഗേൾ ഫ്രണ്ട് കിട്ടുമ്പോഴത്തേക്കും അവന് നിങ്ങൾ പറയുന്നതൊക്കെ മനസ്സിലാകും, അവനുള്ള ഗേൾ ഫ്രണ്ട് അവൻ തന്നെ കണ്ടുപിടിക്കും, നിങ്ങളപ്പം മിണ്ടാതിരിക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ചെങ്ങാണെങ്കിൽ എങ്കിൽ പിന്നെ എല്ലാം കഴിഞ്ഞെങ്കിൽ ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഒരു മൈൻഡും കൊടുക്കാതെ അവൻ പോകുന്നുണ്ട്. അടുത്ത് പിന്നെ കാണിക്കുന്നത് അന്നും നൈറ്റ് ചെങ്ങ് ആ ഒരു പബ്ബിലേക്ക് ചെല്ലുന്നുണ്ട്. ചെങ്ങ് അങ്ങോട്ടേക്ക് വരുമെന്നറിയാമെന്നുള്ളതുകൊണ്ടായിരിക്കും യൂയി അവിടെ തന്നെ ഉണ്ടായിരുന്നു. ചെങ്ങ് അങ്ങോട്ടേക്ക് കയറിപ്പോയി കഴിയുമ്പോഴത്തേക്കും യൂയി ആണെങ്കിൽ ചെങ്ങിൻ്റെ കാറിൻ്റെ അടുത്തേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. ഇതേ ടൈമിന് ജിയാങ്ങിൻ്റെ ഹോസ്പിറ്റലിൽ കാണിക്കുമ്പോൾ അവനാണെങ്കിൽ എന്തോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിന് നമ്മുടെ ഷീഷിയോ അങ്ങ് കുളിച്ചിട്ട് ഷർട്ടൊന്നും ഇടാതെ ഇറങ്ങി വരുന്നുണ്ട്. അവൻ അങ്ങനെ ആടുന്നതും ജിയാങ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയം ഷീഷിയോ അങ്ങ് പെട്ടെന്ന് ആലോചിക്കുകയാണ്, ജിയാങ്ങിന് ചെക്കന്മാരാണല്ലോ ഇഷ്ടം, അവനെങ്ങാനും എന്നെ പ്രേമിച്ചാലോ എന്ന് കരുതിയിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ജിയാങ്ങിൻ്റെ തന്നെ ഡോക്ടേഴ്സ് ഇടുന്നൊരു കോട്ട് അവൻ എടുത്തിടുന്നുണ്ട്. ഇട്ടിട്ട് നമ്മുടെ ജിയാങ്ങിൻ്റെ ഫ്രണ്ടിൽ ചെന്നിരിക്കുകയാണ്. എന്നാൽ ആ ഒരു കോട്ടിൻ്റെ ബട്ടൺസ് ഒന്നും ഇടാത്തത് കൊണ്ട് തന്നെ വീണ്ടും അവൻ്റെ ആ ഒരു ബോഡിയൊക്കെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ ജിയാങ്ങാണെങ്കിൽ നീ ഇപ്പോൾ എന്നെ വളയ്ക്കാമല്ലോ ആണോ ഇവിടെ വന്നിട്ട് ഇതും കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ശീശോങ്ങ് അതൊക്കെ മറച്ച് വെച്ചിട്ട് സോറി ഞാനിപ്പോൾ ഇനി എന്ത് ചെയ്യട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇനി എനിക്ക് ആ യൂട്യൂബിൽ ലൈവ് പോക്കും നടക്കുമെന്ന് തോന്നുന്നില്ല, കാരണം ആ ക്യാമറ ആയിട്ടുള്ള സാധനം ഒരുത്തം കൊണ്ടുപോയി അതെനിക്ക് തിരിച്ചു തന്നില്ല എന്ന് പറയുന്നുണ്ട്. ജിയാങ് അപ്പോൾ ഒരു ജോലിയുണ്ട്, എൻ്റെ ഒരു റിലേറ്റീവിൻ്റെയാണ്, അയാൾക്കൊരു ട്രക്ക് ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഓരോ സാധനങ്ങൾ ഡെലിവറി ചെയ്യാൻ പറഞ്ഞിട്ട് ഓർഡേഴ്സ് വരാറുണ്ട്, ഓരോ ഓർഡേഴ്സിനും പൈസ കിട്ടിക്കൊണ്ടിരിക്കും, നീ അവിടെ പോയി വർക്ക് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശീശോങ് ആണെങ്കിലും ഓക്കെ അത് മതി എന്നുള്ള രീതി ഇരിക്കുകയാണ്. അടുത്ത് വീണ്ടും യൂയിനെ കാണിക്കുമ്പോൾ അവളാണെങ്കിൽ ചെങ്ങ് ആ ഒരു പബ്ബിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവൻ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അവനാണെങ്കിൽ മനഃപൂർവ്വം ചെന്ന് ആ വണ്ടി ഇടിച്ചതിൽ അതിലുണ്ടായിരുന്ന ആ ഒരു പെൺകുട്ടിയാണ് അവളെന്നും അവന് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് അവനാണെങ്കിൽ നിൻ്റെ മുറിവൊക്കെ ഉണങ്ങിയോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അവളപ്പോൾ നിന്നെ കാണുമ്പോൾ തന്നെ എല്ലാം മാറി ഞാൻ ഓക്കെ ആണെന്നൊക്കെ പറയുന്നുണ്ട്. ചെങ്ങപ്പോൾ പുറത്ത് നിന്നിട്ട് നിനക്ക് തണുക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ എനിക്ക് നല്ലതുപോലെ തണുക്കുന്നുണ്ടെന്ന് പറയാണ്. അവനപ്പോൾ പക്ഷേ എൻ്റെ കാറിൻ്റെ അകത്ത് ഒരു പാമ്പുണ്ടെന്ന് പറയുമ്പോൾ ഇവനെ എങ്ങനെയും വളയ്ക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ അവളാണെങ്കിൽ എനിക്ക് പാമ്പിനെ ഇഷ്ടമാണെങ്കിൽ അതിനെ കണ്ടോട്ടെ എന്ന് വെച്ചിട്ട് അവൾ കാറിൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് അതിനെ നോക്കുന്നുണ്ട്. കാണുമ്പോൾ തന്നെ ഇവൾക്ക് പേടിയാവുന്നുണ്ട്. എന്നാലും ഇവൻ്റെ മുന്നിൽ അഭിനയിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവൻ്റെ അടുത്ത് കുറച്ച് ഫ്ലേർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ആ സമയമാണ് മോർണിംഗ് അവൻ്റെ അച്ഛൻ പറഞ്ഞ കാര്യം ആലോചിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഗേൾ ഫ്രണ്ടിനെ കണ്ടുപിടിക്കുക, ഒരു വർഷം സമയം ഞാൻ നിനക്ക് തരാമെന്ന് അവനങ്ങനെ ആലോചിക്കുന്നുണ്ട്. യുയിനെ തന്നെ ഗേൾ ഫ്രണ്ട് ആക്കിയേക്കാം, എന്നിട്ട് അതും പറഞ്ഞിട്ട് അച്ഛൻ്റെ നിന്ന് എൻ്റെ പാമ്പുകളെല്ലാം തിരിച്ച് വാങ്ങാമെന്ന് അവനിങ്ങനെ ആലോചിക്കുന്നുണ്ട്. അവനങ്ങനെ ആ പ്ലാൻ അനുസരിച്ച് അവളെ അവൻ്റെ ഗേൾ ഫ്രണ്ട് ആക്കുന്നുണ്ട്. അടുത്ത് വീണ്ടും ചെങ്ങിനെ തന്നെയാണ് കാണിക്കുന്നത്. അവനിപ്പോൾ അവൻ്റെ പാമ്പുകളെയൊക്കെ വെച്ചിരുന്ന ഒരു റൂമിലേക്ക് കയറി നോക്കുന്നുണ്ട്. എന്നാൽ അവൻ്റെ അച്ഛൻ എല്ലാവരെയും മാറ്റിയതുകൊണ്ട് തന്നെ അവിടെ ഒരൊറ്റ പാമ്പ് പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പാമ്പുകൾ എവിടെയായിരിക്കും ഉണ്ടായിരിക്കുക എന്ന് അന്വേഷിക്കാനായിട്ട് അവൻ കുറച്ച് ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരാൾ വന്നിട്ട് നിങ്ങളുടെ അച്ഛനെ ഞാൻ ഫുൾ നിരീക്ഷിച്ചു, നിങ്ങളുടെ അച്ഛനാണെങ്കിൽ കമ്പനി വീട് അവിടെ 2 സ്ഥലത്തും മാത്രമാണ് പോകുന്നത്, അതുകൊണ്ട് തന്നെ
സമയം പാമ്പുകൾ എവിടെ ഉണ്ടാവുന്നു ഒരു ഐഡിയ ഇല്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ മിക്കവാറും പാമ്പുകൾ കമ്പനി തന്നെ ഉണ്ടായിരിക്കും. അവിടെ ഇപ്പോൾ ഒരു പുതിയ സ്റ്റോറേജ് ഫെസിലിറ്റിയുടെ റൂം ക്രിയേറ്റ് ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അടുത്ത് ഷീഷോ അങ്ങനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ തന്നെ നമ്മുടെ ജിയാങ് പറഞ്ഞ ഒരു ജോലി ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അവർക്കിപ്പോൾ ഒരു ഓർഡറും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഓർഡർ കിട്ടിയിരിക്കുന്നത് നമ്മുടെ ചെങ്ങിൻ്റെ അച്ഛൻ്റെ കമ്പനിയിൽ തന്നെ എന്തൊക്കെയോ സാധനങ്ങൾ ഡെലിവറി ചെയ്യാനാണ്. ഷീഷോങ്ങിൻ്റെ അടുത്ത് ആ ഒരു വണ്ടിയുടെ ഓണർ എടുത്ത് പറയുന്നുണ്ട്, ഈ ഒരു ഓർഡർ ചെയർമാൻ്റെ കയ്യിൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ, മറ്റൊരാളുടെ കയ്യിലും കൊടുക്കരുത്. ഈ ചെയർമാൻ മറ്റാരുമല്ല, ചെങ്ങിൻ്റെ അച്ഛനാണ്. അപ്പോൾ ഷീഷോങ് ആണെങ്കിൽ ഓക്കെ, ഞാൻ ഉറപ്പായിട്ടും ഇത് ചെയർമാൻ്റെ കയ്യിൽ മാത്രമേ ഏൽപ്പിക്കത്തുള്ളൂ, മറ്റാരെയും ഈ ഒരു ഓർഡറും സംഭവങ്ങളും എല്ലാം തന്നെ നോക്കാനായിട്ട് സമ്മതിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതും പറഞ്ഞിട്ട് അവനാണെങ്കിൽ ആ ട്രക്കും കൊണ്ട് നേരെ കമ്പനിയിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് അവനാണെങ്കിൽ ആ ഒരു ഓർഡറും സാധനങ്ങളൊന്നും ഇറക്കിയിട്ടില്ല. അവിടെ നിൽക്കുന്ന ടൈമിന് ചെങ്ങിൻ്റെ പാമ്പ് എവിടെയാണുള്ളതെന്ന് അന്വേഷിക്കാനായിട്ട് അവനെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ അതിലൊരുത്തൻ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നമ്മുടെ ചെങ്ങിൻ്റെ അച്ഛൻ ഓർഡർ ചെയ്ത സാധനങ്ങളായതുകൊണ്ട് തന്നെ മേ ബി ഇതാ പാമ്പുകളായിരിക്കുമോ എന്ന് ഒരു ഡൗട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ആ ഒരു വണ്ടി ചെക്ക് ചെയ്യണമെന്ന് നമ്മുടെ ഷീഷോങ്ങിനോട് പറയുന്നുണ്ട്. എന്നാൽ ചെയർമാൻ്റെ കയ്യിൽ മാത്രമേ ഇത് നേരിട്ട് ഏൽപ്പിക്കാൻ പാടുള്ളൂ എന്ന് അവൻ്റെ അടുത്ത് പറഞ്ഞതുകൊണ്ട് തന്നെ അവൻ നിനക്കത് നോക്കാൻ പറ്റത്തില്ല എന്ന് അയാളടുത്ത് തറപ്പിച്ച് പറയുന്നുണ്ട്. എന്ന് എവിടെ നടക്കാൻ, അയാളാണെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം കറക്റ്റ് ടൈമിന് അങ്ങോട്ടേക്ക് ചെങ്ങ് വന്നിട്ട് ഇവനെ പിടിച്ചു വയ്ക്കുകയാണ്, തടയുന്നുണ്ട്. ആ സമയം കൊണ്ട് അയാളും കുറച്ച് പേരും കൂടെ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും പാമ്പുകളൊന്നും ആയിരുന്നില്ല, കുറച്ച് സാധനങ്ങളായിരുന്നു. അങ്ങനെ ആ ഒരു കാര്യം ചെങ്ങിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഇതേസമയം ഷീഷോങ് ദേഷ്യം വന്നിട്ട് തനിക്കൊക്കെ എന്താണോ വേണ്ടിയെന്ന് വെച്ചിട്ട് ചെങ്ങിനോട് ദേഷ്യപ്പെടാൻ തുടങ്ങുകയാണ്. ആ സമയമാണ് അവൻ ചെങ്ങിൻ്റെ മുഖം നേരെ കാണുന്നത്. അപ്പോൾ തനിക്കാണെങ്കിൽ വീണ്ടും പണി തരാനായിട്ട് ഇവനാണല്ലോ വന്നിരിക്കുന്നതെന്ന് കാണുമ്പോൾ ഷീഷോങ് ആണെങ്കിൽ തനിക്ക് വേറെ ഒരു പണിയില്ല, ഞാൻ എന്ത് ചെയ്താലും അതിൻ്റെ അകത്തേക്ക് താൻ വന്ന് കയറുവാണല്ലോ, താൻ കാരണം എനിക്ക് എൻ്റെ പൈസ എങ്ങാനും കിട്ടിയില്ലെങ്കിൽ തന്നെ ഞാൻ വെറുതെ വിടത്തില്ല എന്ന് പറയുന്നുണ്ട്. ചെങ്ങപ്പോൾ നിനക്ക് എത്ര രൂപ കിട്ടേണ്ടതെന്ന് നോക്കുമ്പോഴത്തേക്കും അവനാണെങ്കിൽ എനിക്ക് 500 രൂപ നീ തരണമെന്ന് പറയുന്നുണ്ട്. ആ സമയം ചെങ്ങ് ചിരിച്ചിട്ട് അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവന് കൂടെ നിൽക്കുന്ന ആളെടുത്ത് ഇവനൊരു 5000 രൂപ എടുത്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് സൈൻ ചെയ്തൊക്കെ വാങ്ങാനായിട്ട് അകത്തൊരു റൂമിലേക്ക് പോയേക്കാണ്. അതേ ടൈമിൽ ചെങ്ങിനെ മീറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ യൂയി വന്നിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള എല്ലാവരുടെ അടുത്തും അവൻ പറഞ്ഞായിരുന്നു ഇതാണ് എൻ്റെ ഗേൾ ഫ്രണ്ട് എന്ന്. അങ്ങനെ അവളും അവനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഒരു പേപ്പർ എന്തോ സംഭവങ്ങളൊക്കെ സെറ്റിൽ ചെയ്തിട്ട് നമ്മുടെ ഷീഷോ അങ്ങ് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അവൻ വന്ന് നോക്കുമ്പോഴത്തേക്കും നല്ല പരിചയമുള്ളൊരു മുഖം, ശ്രദ്ധിച്ച് നോക്കുമ്പോഴായിരുന്നു അത് യൂയി ആയിരുന്നു. അവൾ സംസാരിച്ചുകൊണ്ടിരുന്നതും നമ്മുടെ ചെങ്ങിൻ്റെ അടുത്താണ്. അവരുടെ സംസാരവും പെരുമാറ്റം കാണുമ്പോൾ തന്നെ അവളുടെ ബോയ് ഫ്രണ്ടാണ് അവൻ എന്നിങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചെങ്ങാണെങ്കിൽ ആ ഒരു പാമ്പുകളെ തിരിച്ച് കിട്ടാനാണ് അവൾ ഗേൾ ഫ്രണ്ടാക്കി എന്നുള്ള കാര്യം നമ്മുടെ ഷീഷോ അങ്ങനെ അറിയത്തില്ല. അപ്പോൾ ഷീഷോങ് ഇത് പെട്ടെന്ന് കാണുമ്പോഴത്തേക്കും യൂയിയുടെ പുതിയ ബോയ് ഫ്രണ്ട് അപ്പോൾ ഇവനാണല്ലേ, അതുകൊണ്ടായിരിക്കുമോ ഞാൻ എന്ത് ജോലി ചെയ്താലും ഇവൻ കറക്റ്റ് അതിൻ്റെ ഇടയിൽ കയറിയിട്ട് എനിക്കിട്ട് പണി തന്നുകൊണ്ടിരിക്കുന്നത്. നോക്കിക്കോ, ഇനി ഒരാളെപ്പോലും ഞാൻ വെറുതെ വിടത്തില്ല, എല്ലാത്തിനും ഞാൻ ശരിക്കും പണിയെടുക്കും, ഞാനാണെങ്കിൽ ഉറപ്പായിട്ടും റിവെഞ്ച് ചെയ്തിരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് എൻഡ് ആവുന്നുണ്ട്. ഫസ്റ്റ് എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് എപ്പിസോഡായിട്ട് നമ്മൾ പെട്ടെന്ന് വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ ഇട്ടുതരുന്നേരം ബൈ.